അപ്പോൾ ഗായ്സ് നമുക്ക് ഇന്ന് കോഴിക്കോട് പോവാം. അപ്പോൾ സമയം 5 മണിയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ടാണ് റെഡിയായി. ഞാൻ ദേ വണ്ടി എടുത്തു. അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. ബാക്കി വിശേഷങ്ങളല്ല റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട്. അങ്ങനെ ദേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കാണാം നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി വരുന്നത് കണ്ടോ നിങ്ങൾ? അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് കുറച്ച് ലക്ഷറി ആയിട്ടുള്ളൊരു യാത്രയായാലോ? ഇന്നത്തെ നമ്മുടെ യാത്ര എക്സിക്യൂട്ടീവ് ചെയർക്കാരനകത്താണ്. ട്രെയിനിൽ കയറി കുറച്ച് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ലൊരു ചൂട് കോഫിയും ബിസ്ക്കറ്റും കൊണ്ടു തന്നത്. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഈ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ആ യാത്ര തുടർന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഉറക്കമൊക്കെ വന്നു. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയതിന് ശേഷം എനിക്ക് ഈ വന്ദേ ഭാരതിലെ ഫുഡ് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ബ്രെഡ് സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാഭാവികമായ മനുഷ്യന് ഉറക്കം വരുമല്ലോ. അങ്ങനെ എനിക്ക് ഉറക്കം വന്നു ഗൈസ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, പൈങ്കിളിയിലെ പാട്ടിൽ പറയുന്നത് പോലെ ആസൈ പൊന്മകൈ മൂഞ്ചി 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 മൂഞ്ചിയിൽ. വേറെ ഒന്നുമല്ല, ഒരു ചേട്ടൻ കൂർക്കമ്പലിയോട് കൂർക്കമ്പലിയായിരുന്നു. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ ദേ മഴയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ചങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ കോഴിക്കോടെത്തി. കോഴിക്കോട് വന്ന് ഇറങ്ങിയപ്പോൾ കാണാം സൂക്ഷ്മം പോലെ നല്ല മഴയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ പിക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴേ കോഴിക്കോട് വന്നാലും മഴയും കൊണ്ട് വരുന്ന പൂമ്പാറ്റം അല്ലേ? എപ്പോൾ വന്നാലും മഴയാണ് ഇവിടെ. ദേ ഈ ചിരിച്ചുകൊണ്ട് കയറി വരുന്ന ആളാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്ക് ഓവർ ബൈ നാസ് നസീം. കഴിഞ്ഞ നീണ്ട 2-3 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കണ്ടു. ഈ പറയാറില്ലേ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാ. അങ്ങനെ ഞങ്ങളിതേ റെഡി ആവാനായിട്ട് റൂമിലേക്ക് പോയി. അവിടെ ചെന്നു, മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എടുത്തിരുന്ന സാരി ചിങ്കാരി കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതായിരുന്നു. ഈ അടുത്തിടെ ഐശ്വര്യലക്ഷ്മി ഉടുത്തിട്ട് അത്യാവശ്യം വൈറലായ ഒരു സാരിയായിരുന്നു ഈ ഒരു സാരി. സോ അടിപൊളിയൊരു സാരിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പൂ പോലെ ഒഴുകി നടക്കുന്ന ഒരു സാരിയായിരുന്നു. ശരിക്കും പാലിക്കുന്നുണ്ടാവില്ലേ, എവിടെ പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്തിനാണെന്നല്ലേ? വേറെ എങ്ങുമല്ല, കോഴിക്കോട് ക്യാപ്കൺ ഇൻ്റർനാഷണലിൽ ICC കമ്മ്യൂണിറ്റിയുടെ ഒരു ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡ് ഉണ്ടായിരുന്നു. അത് വാങ്ങാൻ വേണ്ടി പോകാനുള്ള ഒരുക്കമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് കൊട്ടേഷൻ വിടുന്നുണ്ട്, എനിക്ക് ഈ സൈഡിൽ വകുപ്പ് പോരാ, ഇപ്പുറത്തെ സൈഡിലാണ് വകുപ്പ് വേണ്ടതെന്നൊക്കെ പറയുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വകുപ്പ് എന്ന് തന്നെയല്ലേ അവിടെയും കോഴിക്കോടും എല്ലാ സ്ഥലങ്ങളിലും പറയാറ്. എന്തായാലും പാർട്ടീഷൻ, സെൻറ്റർ പാർട്ടീഷൻ ആണോ സൈഡ് പാർട്ടീഷൻ ആണോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്. സോറി, ഞാൻ ധ്യാനിക്കുമല്ല കേട്ടോ. അവിടെ ഹീറ്റ് കേൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ എൻ്റെ ചെവി അല്ലെങ്കിൽ എൻ്റെ തല, അത് പോകരുതല്ലോ. അങ്ങനെ മിണ്ടാണ്ടിരുന്നതാണ്. അത് കഴിഞ്ഞ് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നേരെ റെഡിയായി കുറച്ച് പട്ടിഷോയൊക്കെ കാണിച്ചതിന് ശേഷം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് മനസ്സിലായത് ഗൈസ് ഒത്തിരി ലേറ്റായെന്ന് മനസ്സിലായിട്ടും വീണ്ടും കുറച്ച് നേരം കൂടി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടാണ് നേരെ ക്യാപ്കൺ കൺവെൻഷൻ സെൻറ്ററിൽ ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഈ ചേട്ടൻ്റെ ഒരു ലൈവ് പെർഫോമൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത വയലിൻ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളി എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി, ഹാറ്റ്സ് ഓഫ് ആയിരുന്നു. അങ്ങനെ പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേക്കും ഷിയാസിക്കേനെയും അതുപോലെ തന്നെ ദാസേട്ടൻ കോഴിക്കോടിനെയും രേണുസുതിയൊക്കെ പരിചയപ്പെടാൻ പറ്റി. പിന്നെ ഫുഡ് മുഖ്യമാണല്ലോ ബിഗിലേ നമുക്ക്. അങ്ങനെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഇന്നത്തെ ഫുഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഷെഫ് പിള്ളയായിരുന്നു. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ഞാനിന്ന് കഴിച്ചത്. അതിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്ന റൈത്ത ആണെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ചാറാണെങ്കിലും ഒക്കെ ഭയങ്കര ഡെലീഷ്യസ് ആയിരുന്നു. ഞാൻ എത്തിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് എനിക്കതേ കഴിക്കാൻ പറ്റും. ഫുഡ് കഴിച്ചെത്തിയപ്പോഴേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എനിക്കൊരു മൊമെൻ്റോ ഒക്കെ മേടിക്കാൻ സാധിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ കോഴിക്കോട് നിന്ന് നേരെ കൊച്ചിയിൽ വന്ന് പറന്നിറങ്ങിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുഞ്ഞൂട്ടൻ്റെ 25th ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇന്നിരിക്കുന്നത്. അതിന് മുന്നേ എനിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അതിൻ്റെയൊക്കെ പോകണം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഫോക്സ്ടെയിലിൻ്റെ മിൽക്കി വേയുടെ ഒരു സിറമാണ് യൂസ് ചെയ്യുന്നത്. ഫോക്സ്ടെയിലിൻ്റെ തന്നെ ഒരു ഡ്യൂയി മോയ്സ്ചറൈസർ, സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസറാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഭയങ്കര ക്രീമി ടെക്സ്ചറാട്ടോ ഈ ഒരു മോയ്സ്ചറൈസറിനുള്ളത്. ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഒരു ഗ്ലോ കിട്ടും. എസ്പെഷ്യലി നമ്മളൊരു നൈറ്റ് പാർട്ടിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഒരു ഗ്ലോ ആയിരിക്കും കേട്ടോ ഇത് തരുന്നത്. നല്ലൊരു മണമുണ്ട്.
ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനാണ് ഫോട്ടോ സ്റ്റേബിൾ ഗോൾഡ്. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു സൺസ്ക്രീനാണ് നമ്മൾ ഈ യൂസ് ചെയ്യുന്നത്. ഇത്രയൊന്നും അല്ല കേട്ടോ, നല്ല രീതിയിൽ ഞാൻ യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നു സാധനം തീർന്നെന്നാണ്. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ, കാറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനായിട്ട് ചെയ്യാറുള്ളത്. വേറെ ഒന്നും ചെയ്യാറില്ല. ഇനി ഒന്ന് കണ്ണെഴുതണം, ലിപ്സ്റ്റിക്ക് എഴുതണം. കണ്ണും എഴുതി ലിപ്സ്റ്റിക്കും എഴുതി കഴിഞ്ഞാൽ ഞാൻ റെഡി. അപ്പോൾ ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഈ ഒരു വൈറ്റ് ഷർട്ടും ഒരു ലൂസ് ഡെനിം പാൻറ്റുമാണ്. ഒരുവിധപ്പെട്ട എല്ലാ ആളുകളുടെയും പേഴ്സണൽ ഫേവറേറ്റ് ആണല്ലേ ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ് വൈറ്റ് ആൻഡ്. ഞങ്ങൾ അമ്മയിൽ ഒരുമിച്ച് വർക്ക്ഷോപ്പിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഇനി ഒരു കുറച്ച് പേരുടെ വരാനുണ്ട്. ബാക്കിയുള്ളവരുടെ വിശേഷം നമുക്ക് അവരുടെ വന്നിട്ട് കാണാം. പേര് പറഞ്ഞില്ല, പറഞ്ഞു കൊടുക്കുക. കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. ഏകദേശം നീണ്ട ഒരു വർഷത്തിന് ശേഷം ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടി ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കണ്ടു. കുറച്ച് ചെറിയ ഡിസ്കഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. തലപ്പാക്കെട്ട് ബിരിയാണിയും സൽക്കാരയിൽ നിന്നുള്ള ബിരിയാണി ഒക്കെ കഴിച്ച് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞത്. ശരിക്കും ഭയങ്കര സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു കേട്ടോ ഇതൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷേട്ടൻ വന്നു. അനീഷ് വൈപ്പനാണ് ഇന്നത്തെ ദിവസം എന്താ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അനീഷേട്ടൻ വന്നു, ഹെയറൊക്കെ സെറ്റ് ചെയ്തു, ഫേസൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയ ഗ്ലോ ഒക്കെ തോന്നി. അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാട്ടോ. എൻ്റെ കൂടെ ഒരു മൂവിയിൽ എൻ്റെ മേക്കപ്പ് മാനായിട്ട് വന്നിട്ടുള്ളായിരുന്നു അനീഷേട്ടൻ. അപ്പോൾ അനീഷേട്ടനാണ് ഇന്ന് എൻ്റെ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ടുള്ളത്. സോ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. ഇതായിരുന്നു ഒരു പിങ്ക് ബ്ലൗസും ബ്ലൂ സാരി ആയിരുന്നു ഇന്നത്തെ കോസ്റ്റ്യൂം. നമ്മുടെ ഫൈനൽ ലുക്ക് കഴിഞ്ഞു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് 916 കുഞ്ഞൂട്ടൻ്റെ 25th ഡേ സെലിബ്രേഷനാണ്. ഒബ്രോൺ മോളിലേക്ക് പോവാണ്. സോ നിങ്ങളെല്ലാവരെയും നമുക്ക് ഒബ്രോൺ മോളിൽ വെച്ച് കാണാം. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അനീഷേട്ടൻ എല്ലാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ്. എങ്ങനെയുണ്ട് അനീഷേട്ടാ? സൂപ്പർ. ഓക്കെ. അതെ. എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യണം. അനീഷേട്ടനായിരുന്നു മേക്കപ്പ്. അതെ, നാച്ചുറൽ ലുക്കിംഗ് മേക്കപ്പാണ്. ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ വേണം കമന്റിൽ പറയാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും പക്രുചേട്ടനും ഷാജി ചേട്ടനും ടിനി ചേട്ടനും ബീത്തും രാകേഷ് സാറും മാനസയും സാധിക ചേച്ചിയും ശോഭ ചേച്ചിയും റിനിയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരുപാട് നാളിന് ശേഷം വീണ്ടും കണ്ടുമുട്ടിയതിൻ്റെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എല്ലാവരുടെയും മുഖത്ത്. 25th ഡേ സെലിബ്രേഷൻ ആണല്ലോ നമ്മുടെ കുഞ്ഞൂട്ടൻ്റെ. അപ്പോൾ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തന്നൊരു സ്നേഹമാണ് ഈ 25 ദിവസങ്ങൾ കൊണ്ട് അത് തിയേറ്ററിൽ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഞങ്ങളൊരു ഡാൻസ് പെർഫോമൻസിലേക്ക് പോയി. അബ്രഹാമാണ് അത് ലീഡ് ചെയ്യുന്നത്. ബാക്കിയുള്ള കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി ഡാൻസ് കളിച്ചു. അതിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് ഒന്ന് ഡാൻസ് കളിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ ഞാനും ചെറുതായിട്ടൊന്ന് ഡാൻസൊക്കെ കളിച്ചു. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ആർത്തുല്ലസിച്ചിട്ടാണ് ചേട്ടാ ഞങ്ങളുടെ ഈ 25th ഡേ സെലിബ്രേഷൻ വൈൻഡപ്പ് ചെയ്തത്. അങ്ങനെ വീണ്ടും ഞങ്ങൾക്ക് വിശന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടി പുട്ടിൽ പോയി ഒരുപാട് വെറൈറ്റി ഓഫ് പുട്ടൊക്കെ കഴിച്ചു. കുറേ ചളിയടികളും കൗണ്ടറുകളും ഒക്കെ കേട്ട് ചിരിച്ച് എനിക്ക് വയ്യാതായി ഗൈസ്. വയറുവേദനയായി അവസാനം. എന്തായാലും 11 മണിക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാൻ വീണ്ടും തേഞ്ഞു ഗൈസ്. 11 മണിക്ക് വരാനുള്ള വണ്ടി വന്നത് 12 മണിക്ക് ശേഷമായിരുന്നു. അതുപോലെ 2 മണിക്ക് കൊല്ലത്തെത്തേണ്ട വണ്ടി കൊല്ലത്തെത്തിയത് 4:45 കഴിഞ്ഞപ്പോഴും. ഇപ്പം സമയം 5 മണി. 2 ദിവസം ചുറ്റലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വ്ളോഗുമായി കാണുന്നവരെ ഇറ്റ്സ് മീ പൂമ്പാറ്റ സൈനിങ് ഓഫ്. ബൈ, സീ യു, ലവ് യു ഓൾ, ഉമ്മ.